കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CIT ആഭിമുഖ്യത്തിൽ വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ സഹകരണ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതാ ജീവനക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് വനിതാ പാർലമെന്റ് നടത്തിയത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം AR സിന്ധു ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ സഹകരണ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതാ ജീവനക്കാരെ ഉൾപ്പെടുത്തിയാണ് വനിതാ പാർലമെന്റ് നടത്തിയത്. കോർണേഷൻ തിയേറ്ററിന് സമീപം തയ്യാറാക്കിയ KCEU ഇലക്ഷൻ സ്ക്വയറിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AR സിന്ധു പരിപാടി ഉദ്ഘാടനം ചെയ്തു. മരുന്നുണ്ടാക്കുന്നത് ഗുജറാത്തിലും അതുപോലെ തന്നെ ഈ മരുന്ന് കൊടുത്തിട്ടുള്ള സംസ്ഥാനങ്ങളിലെ അടക്കം ഗവൺമെന്റുകൾ അതിന് മുന്നേ തന്നെ മുന്നറിയിപ്പ് കിട്ടി. ആ മരുന്ന് അടക്കം ജനങ്ങളുടെ ജീവന് വിലയില്ലാതെ കമ്പനികൾക്ക് ഈ കോവിഡിൽ നിന്ന് രക്ഷിക്കുമെന്ന് നമ്മളോട് പറഞ്ഞ റാംഡിസിവിർ മരുന്നടക്കം അത് WHO നിരോധിച്ചിരുന്നതായിരുന്നുവെന്നും 2020 അത് വീണ്ടും ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു മോദി സർക്കാരിൽ നിന്നും. അത് ഉണ്ടാക്കി അത് വിൽക്കാനും അങ്ങനെ ജനങ്ങളുടെ ജീവിതത്തെ പങ്കാടുകയും ചെയ്തു. അപ്പോൾ ഈ 1-2 കാര്യങ്ങളാണ് മാത്രമാണ് നമ്മളിപ്പോൾ പറയുന്നത്. അങ്ങനെ എത്രയോ കേസുകൾ ജനങ്ങളുടെ ജീവിതത്തെ പങ്കാളിക്കൊണ്ട് മരുന്ന് കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി അനുവാദം കൊടുത്ത് അതിൽ നിന്ന് കിട്ടിയത് ഇലക്ട്രൽ ബോണ്ടുകളാണ്. അത് BJPക്ക് കിട്ടിയ 60 കോടിയും അത് കോൺഗ്രസിന് കിട്ടിയ 6 കോടിയുമാണ്. കണക്ക് സഹകരണ മേഖലയെ സംരക്ഷിച്ചു നിർത്താൻ പോരാടിയ ഇടതുപക്ഷത്തിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ സഹകരണ ജീവനക്കാരും പിന്തുണയേകുമെന്ന് വനിതാ പാർലമെന്റ് പ്രഖ്യാപിച്ചു. കിസാൻ സഭ അഖിലേന്ത്യാ ഫിനാൻസ് സെക്രട്ടറി P. കൃഷ്ണപ്രസാദ്, KCEU സംസ്ഥാന ജനറൽ സെക്രട്ടറി NK രാമചന്ദ്രൻ, P. പ്രഭിത എന്നിവർ സംസാരിച്ചു. P. ബേബി സ്വാഗതവും ഷമീന ഗിരീഷ് നന്ദിയും പറഞ്ഞു. ACV ന്യൂസ്, കോഴിക്കോട്.